മല്ലിക സുകുമാരനോട് BJP പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടില് മല്ലിക സുകുമാരന്റെ മരുമോള്, ആ മരുമോള് അർബൻ പോസ്റ്റ് അതിലെന്താ പറയുന്നത്, നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കണ എന്റെ ഭർത്താവിനോട് വേണ്ട, ആദ്യം ആ അഹങ്കാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിനെ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എമ്പുരാൻ സിനിമ കാണാൻ ഭാര്യയും മക്കളുമായി പോയി കാണാൻ പിണറായി വിജയൻ നേരമുണ്ട്. 50 ദിവസമായി കഷ്ടപ്പെട്ട് സെക്രട്ടറിയുടെ മുമ്പിൽ കിടക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാരായ തൊഴിലാളിയെ കാണാൻ സമയമില്ലെങ്കിൽ ഇറങ്ങിപ്പോണോ പിണറായി വിജയൻ എന്നാ പറയുന്നത്. ഇവരെന്താ പറയാ, തൊഴിലാളികളുടെ സർക്കാർ, പാവപ്പെട്ടവരുടെ സർക്കാർ, പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ, ഇതാണല്ലോ ഇടതുപക്ഷ മുദ്രാവാക്യം. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ പാവപ്പെട്ടവരാണ് അവിടെ സമരം നടത്തുന്നത്. അവിടെ സമരം നടത്തുന്നത് പാവപ്പെട്ടവരാ. ഇന്ന് ആരോഗ്യമായി പറഞ്ഞത് ആശാവരോട് നിങ്ങൾക്ക് വിഷമല്ല, പിന്നെ ആരോഗ്യ വിഷമോ സമരം നടത്തുന്നവരുടെ വിഷമോ. അതെന്ത് മര്യാദയാണ്? സമരം നടത്തുന്നത് എന്തിന്? പിന്നെ പറഞ്ഞ കേന്ദ്രം പൈസ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേന്ദ്രത്തിന് 10 പൈസ പോലും കൊടുക്കാനില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ആരോഗ്യ വകുപ്പിന് കൊടുക്കേണ്ട പണം മുഴുവനും കൊടുത്തു കഴിഞ്ഞു. അത് പാർലമെന്റിൽ ഉന്നയിച്ചത് ഈ കേരളത്തിലെ കോൺഗ്രസ് എംപിമാരാണ്. കോൺഗ്രസ് എംപിമാരുടെ മുമ്പിൽ പാർലമെന്റ് മേശപ്പുറത്ത് കൃത്യമായ കണക്ക് വെച്ചു. ആശാവർക്കർമാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന വിഷയമാണ് ആരോഗ്യം. നമ്മുടെ നാട്ടിൽ പാർലമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിഷയമുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെടുന്ന ലിസ്റ്റാണ്. സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെടുന്ന വേറെ ലിസ്റ്റ്. പിന്നെ സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് നടത്തുന്ന വേറെ ലിസ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ പഞ്ചായത്തുകൾ BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി, പന്തളം മുനിസിപ്പാലിറ്റി, തൃശ്ശൂരിലെ ആവശ്യമായി പഞ്ചായത്ത് അടക്കം കേരളത്തിലെ BJP-യുടെ മുനിസിപ്പാലിറ്റികളും BJP-യുടെ പഞ്ചായത്തുകളിലും പണം കൂട്ടിയില്ലേ? ആശാവർക്കർമാർക്ക് വീണ്ടും പൈസ കൂട്ടി കൊടുത്തില്ലേ? ഇപ്പൊ അവരുടെ കൊങ്ങിക്ക് പിടിക്കാൻ പാലക്കാട് മുനിസിപ്പാലിറ്റി കൂട്ടിയപ്പോ പന്തളം കൂട്ടി, ചില കോൺഗ്രസിന്റെ മുനിസിപ്പാലിറ്റി കൂട്ടി. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത്, ഞങ്ങളുടെ അനുവാദമില്ലാതെ കൂട്ടിയാൽ പണം തരില്ല. അപ്പൊ പ്രശ്നം മുനിസിപ്പാലിറ്റികൾ പണം കൂട്ടി കൊടുക്കാൻ ശ്രമിക്കുമ്പോ സംസ്ഥാന ഗവൺമെന്റ് പറ്റില്ല എന്ന് പറയുക. ഇതെന്ത് മര്യാദകളാണ്? എന്താ ഇപ്പോഴും പകർച്ചവ്യാധികളെ രാജിവെക്കാൻ വേണ്ടി വീടുകളിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് വീടുകളിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർ. ഈ ആശാവർക്കർമാരെ ഉപയോഗിച്ച് അധികാരങ്ങൾ വരാൻ അവരെ ഉപയോഗിച്ച് ഈ ഇടതുപക്ഷം. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് എന്താ വിഷമം? പൈസ നിങ്ങൾക്കെന്താ പോകുന്നത്? ലക്ഷങ്ങൾ കൊടുക്കുക. ഇത്രയും കാലം സോണിയാഗാന്ധിക്ക് കരിമീൻ കൊടുത്ത് സോണിയാഗാന്ധി നിരൂപിച്ചവര് ആ മനുഷ്യൻ അയാളാണ് പോയിരിക്കുക. അയാൾക്ക് ആ കണക്കിന് വീണ്ടും 5 ലക്ഷം എക്സ്ട്രാ 15 ലക്ഷം കണക്കട്ടെ. ഈ പാവപ്പെട്ട ഈ ആശാവർക്കർമാർക്ക് 10 രൂപ കൊടുക്കാൻ മാത്രമേ വിഷമമുള്ളൂ. എന്റെ ചോദ്യം എന്താണ്? എന്തൊക്കെയാണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ തമിഴ്നാട്ടിലെ ആശാവർക്കർമാരെ വേണ്ടി സമരം നടത്തുക ഇടതുപക്ഷം അവിടെ സമരം നടത്താം. ഇവിടെ സമരം നടത്താൻ പാടില്ല. അവിടെ പണം കൊടുക്കാം. ഇവിടെ എങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഞങ്ങളോട് പറയാനായിരുന്നു 10 പൈസ കേന്ദ്രത്തിൽ നിന്ന് ആ പൈസ മേടിച്ചു കൊടുക്കാൻ BJP ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞത് ധൈര്യമാ. നമ്മുടെ 10
10 പൈസ പോലും കൊടുക്കാനില്ല. കൊടുത്ത പൈസ മുഴുവനും ഇവന്മാര് പുട്ടടിച്ചു മറ്റു പല വഴികളും ചെലവാക്കി. പൈസ പൈസ കൊടുക്കാനില്ല. അതുകൊണ്ട് ഡി കുര്യാക്കോസിന്റെ ആ സബ്മിഷനില് കേന്ദ്രമന്ത്രിസഭ പറഞ്ഞത് ഞങ്ങൾ കൊടുക്കാനില്ല നായ പൈസ എന്നും കേന്ദ്രം തരില്ല. ഇപ്പൊ തൊഴിലുണ്ടോ? ആരാ തൊഴിലുണ്ടോ? പൈസ കൂട്ടിയെ 379 രൂപ 40 രൂപ 369 രൂപയാക്കി. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് അംഗൻവാടി ടീച്ചർമാരുടെ പൈസ കൂട്ടി. കേന്ദ്ര ഗവൺമെന്റ് അരിയുടെ പൈസ കൂട്ടി. അതായത് നെല്ല് ഒരു ക്വിന്റൽ നെല്ലിന് ഇപ്പൊ മേജർ രവി ഒന്ന് ആലോചിക്കണം. പൃഥ്വിരാജിനെ അത് ശരിയാണോ ആലോചിക്കണം. എല്ലാ കാര്യവും മേജർ രവി മനസ്സിലാക്കുന്ന എല്ലാ കാര്യവും മോഹൻലാലിനോട് പ്രതിപാദിച്ചത്. അതിനർത്ഥം മോഹൻലാലിനെ പരോക്ഷമായി എതിർക്കുക, മേജർ രവിയെ പ്രത്യക്ഷമായി എതിർക്കുക. മല്ലിക സുകുമാരനോട് BJP പറയാനുള്ളത് നിങ്ങളുടെ വീട്ടില് ഒരാളുണ്ടല്ലോ, മല്ലിക സുകുമാരന്റെ മരുമോള്. ആ മരുമോള് അർബൻ പോസ്റ്റ് അതിലെന്താ പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കട എന്റെ ഭർത്താവിനോട് കണ്ടാണ്. ആദ്യം ആ ഹംഗാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിനെ ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞാനിത് പറഞ്ഞു വരുന്നത് മോഹൻലാലിന്റെ മഹാനടൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ എന്തെങ്കിലും ജനങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അതിനെ ഖേദം രേഖപ്പെടുത്തുന്നു പറഞ്ഞപ്പോ ഇടതുപക്ഷം ബിനോയ് വിശ്വം അയാൾക്ക് വിഷമം, പിണറായി വിജയന് വിഷമം, ശിവൻകുട്ടിക്ക് വിഷമം. ഈ വിഷമം കാണാണ് ഈ പാവപ്പെട്ടവരായിട്ടുള്ള ആശാവർക്കരുടെ വിഷമം കാണാൻ